ഹലോ ഐറിഷ് ലൈഫ് ആൻഡ് ഇവന്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ വീട്ടില് ഉരുളക്കിഴങ്ങ് മേടിക്കുന്നവരാണല്ലോ. ഉരുളക്കിഴങ്ങൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ മുള വന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ അതിന് ഒത്തിരി മുള വന്നു കഴിഞ്ഞാൽ നമ്മളത് കളയും, ഇല്ലെങ്കിൽ അത് ചെത്തിയിട്ടായിരിക്കും നമ്മൾ കറി വെക്കുന്നത്. പക്ഷെ അതിനും ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും. ഇനി അങ്ങനെ കളയുന്നതിന് പകരം നമ്മൾ ഇതൊന്ന് നട്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറിക്കുള്ള ഉരുളക്കിഴങ്ങ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് നമ്മുടെ ഗാർഡനിൽ ഒന്ന് നട്ടുവെക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലെ മുളച്ച 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് 2ആയി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് തണലത്തോ മറ്റു വെച്ച് ഇതൊന്ന് ഉണക്കണം. നമ്മളിത് മുറിച്ച് വെച്ച പാടെ ഇത് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുറിച്ച ഭാഗം ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ നട്ടുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി അതിനുശേഷം ഒരു കുഴി എടുത്തിട്ട് നമുക്ക് അല്പം വളമൊക്കെ ഇട്ടതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് നട്ടുവെക്കാം. ഇപ്പോൾ മെയ് മാസമാണ്. മെയ് മാസത്തിലാണ് ഞാനിത് നടുന്നത്. ഉരുളക്കിഴങ്ങ് നടുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ വളമിട്ട് കൊടുക്കും. വളം ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ കിഴങ്ങ് നടുന്നത്. കിഴങ്ങ് നടുന്നതിന് ഇതുപോലെ മുറിച്ച ഭാഗം നമ്മൾ താഴെ വരുന്ന രീതിയിൽ വേണം നടാൻ. അത് ആ മണ്ണിൻ്റെ മേലെ വളത്തിൻ്റെ മേലെ ഇടുക. അതിനുശേഷം ഇളകിയ മണ്ണൊക്കെ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ സഹായിയായിട്ടുള്ളത് ഡേവിഡാണ്. അവനാണ് മണ്ണൊക്കെ ഇട്ട് കുഴി മൂടുന്നത്. ഇത് ഇപ്പം 1 മാസം പ്രായമായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അയർലൻഡിലെ കാലാവസ്ഥയ്ക്ക് നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അടുപ്പിച്ച് 4-5 ദിവസം മഴയൊന്നും ഇല്ലെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 90 ദിവസമാണ് ഇത് വിളവാകാൻ എടുക്കുന്ന സമയം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയ് മാസമാണ് ഇത് നട്ടുവെച്ചത്. ഉരുളക്കിഴങ്ങ് അതായത് നന്നായിട്ട് വിളയാൻ ഏകദേശം 3 മാസം എടുക്കും. ഇത് 3 മാസവും ഒരു 2 ആഴ്ചയായിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചു നോക്കാം. സംഭവം ആ ഒരു പകുതി ഉരുളക്കിഴങ്ങെന്നാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അത്യാവശ്യം ഉണ്ടോ, നമ്മൾ വെറുതെ കളയുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് നട്ടു വെക്കുകയാണെങ്കിൽ വേണ്ടോ ഇപ്പം എത്ര എണ്ണം കിട്ടിയാത്തേന്ന്. ഇനി അതുപോലെ ഒരു ചെറുത് ഞാൻ ഇപ്പുറം നട്ടിട്ടുണ്ട്, നമുക്കത് നോക്കാം. ആഹാ, ഇല്ല അവിടെ വേറെ ഇല്ല, ഇത്രേ ഉള്ളൂ. ഇവിടെ എങ്ങാണ്ട് ഒരെണ്ണം നട്ടായിരുന്നു, അത് പോയായിരുന്നു, പക്ഷെ ഇല്ല. 1 2 3 6 7 8 ഇത് കണ്ടോ, ഏകദേശം ഒരു 1.5 കിലോയോളം കിട്ടും കേട്ടോ. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പകുതി പൊട്ടറ്റോ, അതായത് ഒരു പൊട്ടറ്റോ മുറിച്ച് 2ആക്കി വെച്ചതിൽ നിന്നാണ് ഇത് മുഴുവൻ കിട്ടിയത്. ഈ വലിയ പൊട്ടറ്റോയുടെ പുറത്ത് ഇച്ചിരി എന്തോ പാച്ചസ് ഉണ്ട്, അത് നമുക്ക് ഒരുപാട് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക. ഇങ്ങനെ മുളച്ച ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കളയാതിരിക്കുക. നിങ്ങൾ ഒന്നെങ്കിൽ കമ്പോസ്റ്റ് ബാഗിലോ അല്ലെങ്കിൽ നന്നായിട്ട് മണ്ണ് ഇളക്കിയിട്ട് അത്യാവശ്യം വളമൊക്കെ ഇട്ടതിന് ശേഷം ഇടുക. 3 മാസം വെയിറ്റ് ചെയ്യുക. അയർലൻഡിലെ കാലാവസ്ഥയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സ്വാഭാവികമായിട്ടും മഴ ഇഷ്ടംപോലെ പെയ്യുന്നുണ്ട്. ഇനി
കുറച്ച് ദിവസം മഴ പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷിയാണ് പൊട്ടാറ്റോ. അയർലൻഡിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു 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 ഐറ്റമാണ് ഉരുളക്കിഴങ്ങ്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. ഇത് കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ മുഴുപ്പിലും ഷേപ്പിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.